ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു. പ്രഭാതത്തിൽ 5 മണിക്ക് നിങ്ങൾ അനേകം പേര് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ട്. 1 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ വചനം അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി മാറുന്നതിന് ഓർത്ത് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ അത് ആവർത്തിച്ച് ആ വചനം കേൾക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും ആ വചനം കേട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുറേ സമയം സ്തുതിക്കുക. നിങ്ങൾക്ക് രോഗമാണെങ്കിൽ രോഗത്തിനെ ആ വചനത്തെ പറഞ്ഞ് ആ രോഗം സൗഖ്യപ്പെടണമെന്ന് പ്രാർത്ഥിക്കുക. കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ബന്ധനങ്ങൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകമായി ആഗസ്റ്റ് 15 ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗ്ഗാരോപണ തിരുനാൾ കൂടിയാണ്. പരിശുദ്ധ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം നമുക്ക് രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൊളോസ്യോസിലേക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 15-ാമത്തെ തിരുലിഖിതം, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാനിർഭരായിരിക്കുവിൻ. കർത്താവേ, ഈ ദിവസം നിങ്ങൾക്ക് സമാധാനവും ശാന്തതയും എല്ലാം നൽകണമേ. പരിശുദ്ധാത്മൻ്റെ അഭിഷേകം നൽകണമേ. ഞങ്ങളുടെ രോഗങ്ങളും പീഡകളും എല്ലാം ഞങ്ങൾ എടുത്ത് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.